PS ഫിലിപ്പ് അവர்களാണ് ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് പോകുന്നത്. 4 പതിറ്റാണ്ടുകൾക്കപ്പുറമായി കർത്താവിൻ്റെ മഹത്വമുള്ളതാർന്ന സാക്ഷ്യത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട് കേരളത്തിലുള്ളതാർന്ന മലയാളം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചുമതലയിൽ നേതൃത്വ നിലയിൽ വിവിധ നിലകളിൽ പ്രശോഭിക്കുകയും ബഥേൽ ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി സുദീർഘ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ അതിൽ നിന്ന് വിരമിച്ച് മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ടായിട്ട് പ്രവർത്തിച്ചു പോരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PS ഫിലിപ്പിൻ്റെ ദൈവവചന ശുശ്രൂഷ നോർത്ത് അമേരിക്കയിലുള്ളതാർന്ന പല കോൺഫറൻസുകളിൽ നമുക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഒരവസരം കൂടെ ദൈവത്തിൻ്റെ ദാസൻ എന്ന് കേൾക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സന്ദർഭത്തെ ഓർത്ത് തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ അഭിഷേകൻ, ദൈവത്തിൻ്റെ സന്ദേശം നമ്മോടൊപ്പം അറിയിക്കും. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കുവാനാകട്ടെ. ദിവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനുമായി എനിക്ക് അവസരം ഒരുക്കി തന്ന 28ാമത് പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ ഭാരവാഹികൾ, വിശേഷാൽ പാസ്റ്റർ PM എബ്രഹാം തുടങ്ങിയ ആളുകളോട് എൻ്റെ നന്ദിയെ വിശേഷാൽ അറിയിക്കുന്നു. ഈ രാവിലെയുള്ള ആരാധനയ്ക്ക് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ തോമസ് കോശി, ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, പിതാക്കന്മാർ, മാതാക്കൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. എൻ്റെ ഭാര്യയും എന്നോടൊപ്പം ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ ആദ്യമായിട്ടാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് ലീലാമ്മ എന്നാണ്. എഴുന്നേറ്റ് നിൽക്കും. ആദ്യമായി പങ്കെടുക്കുന്നതുകൊണ്ടാണ് എഴുന്നേറ്റ് നിർത്തുന്നത്. ഇരിക്കാം. എൻ്റെ മകൾ, മരുമകൻ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, അങ്ങനെ അനേക സ്നേഹിതർ ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. കഴിഞ്ഞ 42 വർഷമായി ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമേരിക്കയിലും കാനഡയിലുമുള്ള ദൈവമക്കളുടെ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസമാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും ഒക്കെ വിട്ട് ഇവിടെ വന്ന് ആരാധിപ്പാൻ, ഒരുമിച്ച് കാണുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കിയ സന്ദർഭങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. ഞാനും ആ വേദഭാഗം വീണ്ടും വായിക്കട്ടെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 verses 7 and 8. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. സാക്ഷികളാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ, കർത്താവിൻ്റെ കൃപയുടെ സാക്ഷ്യം വഹിക്കാനായിട്ടാണ് നാം ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ എങ്ങനെ സാക്ഷികളായി തീരണം എന്നുള്ളതിനെ കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സാക്ഷ്യത്തിന് തടസ്സം ചിലർ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ശക്തിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് നിയോഗം നൽകി. ആ ശിഷ്യന്മാർ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുന്നു. 3-ൽ-പരം വർഷം യേശുവിന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ച അനന്തരം മീൻ പിടിക്കാൻ പോയി. അല്ലേ? അതൊരു തടസ്സമാണ്. വചനം
കേട്ട് അനുസരിച്ചവര്, വചനം പഠിച്ചവര് ഇപ്പം മീനോട് സാക്ഷ്യം പറയാൻ പോയി. പിന്മാറ്റക്കാരായി തീർന്നാൽ അതും സാക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഇവിടെ വായിക്കുന്നു, കർത്താവെ യേശുവുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് 3 വർഷം വചനം അഭ്യസിച്ചനന്തരം നിങ്ങൾ പോയി സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ കർത്താവ് ഇത് കേട്ട ആളുകൾ ഇപ്പോഴേ സ്ഥാനത്തെ കുറിച്ചുള്ള കടിപിടിയാണ്. എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ദൈവകൃപയും ദൈവത്തിന്റെ വചനവും പ്രാപിച്ചവർ പലപ്പോഴും അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നത്, സാക്ഷ്യമില്ലാതായി തീരുന്നത് ഭരണത്തിന്റെ അധികാരത്തിന് വേണ്ടി ആദ്യമായി മുൻഗണന കൊടുക്കുന്നത് കൊണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ സാക്ഷികൾ ആകും. യു വിൽ ബി മൈ വിറ്റ്നസസ്. നാളുകൾക്ക് മുൻപ് കടൽ തീരത്ത് യേശു നടക്കുമ്പോൾ മീൻ പിടിച്ചുകൊണ്ട് നടന്നവരെ, വല വീശിക്കൊണ്ട് വലയും പടകുമായിട്ടൊക്കെ നടന്നവരെ യേശു ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു, യു ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. കഴിഞ്ഞ 3 വർഷമായി എങ്ങനെ മനുഷ്യരെ പിടിക്കണമെന്നുള്ളതിനെ കുറിച്ച് പാഠം നൽകി. ഇതിനുശേഷം അവരോട് പറയുന്നു, നിങ്ങൾ സാക്ഷികൾ ആയിത്തീരും എന്നും പറയുന്നു. അതുവരെ അവർ സജീവ സാക്ഷികളായി തീർന്നിട്ടില്ല. പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാര് യേശുവിനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. 3 വർഷം യേശുവിനോടുകൂടെ ആയിരുന്ന പത്രോസ് യേശുവിന്റെ കൂടെ നീ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഒന്ന്, അവനെ ഞാൻ അറിയുന്നില്ല. രണ്ടാമത് പറഞ്ഞു, എനിക്ക് തിരിയുന്നില്ല. മൂന്നാമത് പറഞ്ഞു, നീ എന്തുവാ പറയുന്നത് പോലും മനസ്സിലാകുന്നില്ല. നോക്കുക, എങ്ങനെയുള്ള സാക്ഷ്യമാണ് അവർ പ്രസ്താവിച്ചത്. ആ സാക്ഷ്യം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, 1-ാം അധ്യായത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവൻ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. അവൻ മറ്റുള്ളവരെ വിശ്വസിക്കേണ്ടതിന് വേണ്ടി, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നവനാകുന്നു. യേശുവിന്റെ സാക്ഷികൾ ആയിത്തീരണം.